ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് റബീഹത്ത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് PSC എക്സാമിൽ ഒരുപാട് തവണയായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യവും ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള അതിന്റെ റിലേറ്റഡ് ഫാക്റ്റുകളും ആ ഭാഗത്ത് നിന്ന് ഇനി ചോദിക്കാനായിട്ട് സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ചോദ്യത്തിലോട്ട് അങ്ങ് പോവാം അല്ലെ. ചോദ്യം ഇതാണ്: പഞ്ചായത്തി രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതി താഴെ പറയുന്നതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. ഏത് ഭേദഗതിയിലാണ് നമ്മുടെ ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലാണ് നമ്മുടെ പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ കുറിച്ചും മുനിസിപ്പാലിറ്റികളെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്ത് പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. 71, 73, 74 അതുപോലെ തന്നെ 97 എന്നും തന്നിട്ടുണ്ട്. നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? 73ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആണ് അല്ലെ. 73ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിലാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്തു പോകുന്നതായിട്ട് 73-ലെ നമ്മുടെ പഞ്ചായത്ത് രാജിനെ കുറിച്ചും അതോടൊപ്പം തന്നെ 74ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് നമ്മൾ നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റികളെ കുറിച്ചുമാണ് പറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാനായിട്ട് സാധ്യതയായിട്ടുള്ള കുറച്ച് റിലേറ്റഡ് ഫാക്ടുകൾ നമുക്ക് ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അങ്ങ് പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ഒരു പഞ്ചായത്തി രാജ് സംവിധാനത്തെ കുറിച്ച് 73ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഏതാണ്? നരസിംഹറാവു ഗവൺമെന്റിന്റെ സമയത്ത് അല്ലെ. നരസിംഹറാവു ഗവൺമെന്റിന്റെ സമയത്താണ് ഈ ഒരു ഭേദഗതി നിലവിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പഞ്ചായത്തി രാജ് ആക്ട് എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. എന്നാണ് നിയമമാവുന്നത്? 1992ലാണ് ഈ ഒരു 73ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഒരു നിയമമാകുന്നത്. എന്നാൽ ഇത് നിലവിൽ വരുന്നത് എന്നാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് 1993ലാണ് അല്ലെ. 1993 നിയമമാകുന്നത് 92-ല്. അതുപോലെ തന്നെ ഇത് കെയിം ടു ഫോഴ്സ് അല്ലെങ്കിൽ നിലവിൽ വരുന്നത് തൊട്ടടുത്ത വർഷം 1993 ഏപ്രിൽ 24-നാണ്. ഈ ഏപ്രിൽ 24-നാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത്? പഞ്ചായത്തി രാജ് ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത് എന്നാണ് ഈ പറയുന്ന ഏപ്രിൽ 24-നാണ്. 2010 തൊട്ടാണ് കേട്ടോ. 2010 തൊട്ടാണ് നമ്മൾ ഏപ്രിൽ 24 എന്ന് പറയുന്നത് പഞ്ചായത്തി രാജ് ദിനമായിട്ട് കൊണ്ടാടാനായിട്ട്, ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് ദിനമായിട്ട് കൊണ്ടാടാനായിട്ട് തുടങ്ങിയത് എന്നുള്ള കാര്യം കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അങ്ങനെ ഈ ഒരു 73ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരം നമ്മൾ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് 9ാമത്തെ ഭാഗമാണ്. ഇതെല്ലാം പ്രീവിയസ് പലതവണയായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ഭാഗമാണ് നമ്മൾ കൂട്ടിച്ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ ഏതൊക്കെ അനുച്ഛേദങ്ങളാണ് ഇതിൽ വരുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ 243 തൊട്ട് 243 വരെയുള്ള 16 ആർട്ടിക്കിൾസ് ആണല്ലേ ഇതിനുള്ളിൽ ഉൾപ്പെടുന്നത്. ABCD എന്ന് പറഞ്ഞുകൊണ്ട് 243 തൊട്ട് 243 വരെയുള്ള 16 അനുച്ഛേദങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന പഞ്ചായത്തി രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. ഏത് പട്ടികയാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? 11ാമത്തെ പട്ടികയിലാണ് അല്ലെ. അപ്പൊ 11ാമത്തെ പട്ടികയിൽ 9ാമത്തെ ഭാഗമായിട്ട് അതുപോലെ തന്നെ 243 തൊട്ട് 243 വരെയുള്ള ഭാഗത്താണ് നമ്മുടെ പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്തു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. തീർന്നില്ല, കുറച്ചുകൂടെ കാര്യങ്ങൾ, ഒരുപാട് കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് എന്നുള്ളത് അല്ലെ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. രാജസ്ഥാനിലാണ് അല്ലെ. രാജസ്ഥാനിലെ നാഗൂർ എന്ന് പറയുന്ന ജില്ലയിലായിട്ടാണ് ഈ പറയുന്ന പഞ്ചായത്തി രാജ് സംവിധാനം 1959 ഒക്ടോബർ 2-ന് ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അല്ലെ. അപ്പൊ രാജസ്ഥാനിലാണ് 1959 ഒക്ടോബർ 2-നാണ് ഇതിന്റെ ഉദ്ഘാടന കാര്യങ്ങൾ ജവഹർലാൽ നെഹ്റു നിർവഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതോടൊപ്പം തന്നെ ഈ ഒരു വർഷങ്ങളിൽ തന്നെ, ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന പഞ്ചായത്ത് രാജ് സംവിധാനം എന്ന് പറയുന്നത് പിന്നീട് രാജസ്ഥാനിന് ശേഷം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് എവിടെയായിരുന്നു? ആന്ധ്രാപ്രദേശിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പറയുന്ന
പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കൂടിയാണ് നമ്മുടെ ആന്ധ്രാപ്രദേശ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ 1959 കാലഘട്ടങ്ങളിൽ, അതായത് നമ്മുടെ ഈ പറയുന്ന രാജസ്ഥാനിൽ ഈ ഒരു സംവിധാനം നിലവിൽ വന്ന അതേ വർഷത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനം ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലുമായിട്ട് നിലവിൽ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ പറയുന്ന പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒന്ന് എന്തായാലും നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കുറച്ച് കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പഞ്ചായത്ത് രാജ് സംവിധാനം എന്ന് പറയുന്നത് ഒരിക്കലും ഇവിടെ തീരുന്ന ഒരു ടോപ്പിക് അല്ല അല്ലെ. ജനാധിപത്യ വികേന്ദ്രീകരണം എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒന്നുകൂടിയായിരുന്നു ഈ പറയുന്ന പഞ്ചായത്ത് രാജ് സംവിധാനം എന്ന് പറയുന്ന ഒരുപാട് കമ്മിറ്റികൾ, കാര്യങ്ങൾ, അശോക് മെഹ്ത്ത, അതുപോലെ തന്നെ ബൽവന്ത് റാവ് മെഹ്ത്ത കമ്മിറ്റി പോലുള്ള ഒരുപാട് കമ്മിറ്റികൾ, കാര്യങ്ങളെല്ലാം ഇതിന്റെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. എന്തായാലും ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരുപാട് ക്ലാസ്സുകൾ, ഒരുപാട് കാര്യങ്ങളും നമുക്ക് പറഞ്ഞു പോകാനുണ്ട്. അതെന്തായാലും മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.